നമ്മൾ പ്രാർത്ഥനയുടെ പാരമ്പര്യം അതിൽ രണ്ടാമത്തെ ഖണ്ഡികയിലേക്ക് നീങ്ങുകയാണ്. 2651 നമ്പർ, 639 പേജ്. ഇതിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ പറയാൻ പേടിയാകുകയാണ്. ആദ്യത്തെ വാക്ക് എന്താ? രക്ഷാകര പദ്ധതിയിലെ. കണ്ടോ, രക്ഷാകര പദ്ധതിയിലെ. അത് തന്നെ നമ്മൾ വളരെ ഭക്തിപൂർവം അധരങ്ങളിലൂടെ പറയേണ്ട ഒരു വാക്കാണ്, രക്ഷാകര പദ്ധതി. അത് പറയാൻ നമ്മൾ ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൻ്റെ വലിയ രഹസ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വിശുദ്ധ കുർബാന മുഴുവനും അതിൽ രക്ഷാകര പദ്ധതി എന്ന് പറയുമ്പോൾ, കർത്താവേ, അങ്ങയുടെ മനുഷ്യാവതാരത്താൽ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് രമ്യപ്പെടുത്തുകയും അങ്ങയുടെ പീഡാനുഭവത്താൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ പുനരുത്ഥാനത്താൽ അങ്ങ് ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും അങ്ങയുടെ സ്വർഗാരോഹണത്താൽ അങ്ങ് ഞങ്ങൾക്കായി സ്വർഗം തുറക്കപ്പെടുകയും ചെയ്തു. അതിനാൽ സകല മാലാഖമാരോടും സാപ്യന്മാരോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഹോശാന. ഇത് ലത്തീൻ കുർബാനയിൽ അനാഫ്രയ്ക്ക് മുൻപുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ രക്ഷാകര പദ്ധതി, അവിടുത്തെ മനുഷ്യാവതാരം, അവിടുത്തെ പീഡാസഹനം, അവിടുത്തെ ഉയർപ്പ്, അവിടുത്തെ സ്വർഗാരോഹണം. രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങളും വചനങ്ങളും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ, അതാണ് നമ്മൾ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടുന്നവരാണ് നമ്മൾ. ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടെന്ന് മാത്രമല്ല, ക്രിസ്തുവിനെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ രക്ഷാകര പദ്ധതികളെല്ലാം എല്ലാ ദിവസവും നമ്മൾ ധ്യാന വിഷയമാക്കുന്നു. അതാണ് നമ്മുടെ ജപമാല ചെല്ലുമ്പോഴും. നമ്മൾ ജപമാല ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മാതാവിന് പ്രാർത്ഥിക്കണോ, അല്ലെങ്കിൽ ഇത്ര ജപമാല ചെല്ലാൻ ഉദ്ദിഷ്ട കാര്യം നടക്കണോ. ജപമാല ചെല്ലുമ്പോഴെല്ലാം ആ ജപമാലയിൽ സന്തോഷത്തിൻ്റെ രഹസ്യം, പ്രകാശത്തിൻ്റെ രഹസ്യം, ദുഃഖത്തിൻ്റെ രഹസ്യം, മഹത്വത്തിൻ്റെ രഹസ്യം. കണ്ടോ, ഈ 4 രഹസ്യങ്ങളിലുമുള്ള 20 സംഭവങ്ങൾ. ഈ 20 ഘട്ടങ്ങൾ മുഴുവനും ഈശോയുടെ രക്ഷാകര പദ്ധതിയല്ലേ നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയും, ഗബ്രിയേൽ മാലാഖ ദൈവത്താൽ പരിശുദ്ധ മംഗലവാർത്ത അറിയിച്ചു എന്ന ദിവ്യരഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുക. ഇവിടെ 1 മിനിറ്റ് നിർത്തണം. 1 മിനിറ്റ് നിർത്തി അത് ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കാതെ വിശുദ്ധ ജപമാല ചെയ്യുന്നത് തെറ്റാണ് എന്ന് 2 മാർപ്പാപ്പമാർ ചാക്രിക ലേഖനങ്ങൾ വഴി പറഞ്ഞിട്ടുണ്ട്. ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു ചാക്രിക ലേഖനം ജോൺ പോൾ മാർപ്പാപ്പ ജപമാലയെക്കുറിച്ച് പുറപ്പെടുവിച്ചു. അതിൽ പോളാറാമൻ മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനത്തിൽ പറഞ്ഞ ഉദ്ധരണി എടുത്തുകൊണ്ട് വീണ്ടും ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞു, ജപമാല ഒരു ക്രിസ്റ്റോസെൻട്രിക് പ്രയറാണ്, ക്രിസ്തു കേന്ദ്രീകൃത പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുമ്പോഴും ജപമാല ചെല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ആ എഴുന്നള്ളിയിരിക്കുന്ന മിശിഹാരാജനെക്കുറിച്ചാണ് ഈ ജപമാലയിൽ നമ്മൾ ധ്യാനിക്കുന്നത് മുഴുവനും. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങളും വചനങ്ങളും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ ധ്യാനത്തിലൂടെയും പഠനത്തിലൂടെയും അവർക്ക് അനുഭവവേദ്യമാകുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെ ആഴമേറിയ ഉൾക്കാഴ്ചയിലൂടെയും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇതൊരു സാക്ഷ്യമാണ്. ഞാൻ എൻജിനീയറിങ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ കർണാടകയിലുള്ള ഗുൽബർഗയിലെ വാടി എന്ന സ്ഥലത്തുള്ള ഒരു സിമെൻറ്റ് ഫാക്ടറിയുടെ കൺസ്ട്രക്ഷനിൽ നിന്നും അവരുടെ തന്നെ മറ്റൊരു സിമെൻറ്റ് ഫാക്ടറിയാണ് കോയമ്പത്തൂർ മധുക്കരയുള്ള സിമെൻറ്റ് ഫാക്ടറിയിലേക്ക് ഞങ്ങളുടെ കുറേ മെഷീനറികൾ 2 ട്രക്കിൽ നിറച്ച് കൊണ്ടുപോവുകയാണ്.
അപ്പോൾ ആ ട്രക്കിൻ്റെ കൂടെ ഒരു എൻജിനീയർ യാത്ര ചെയ്യണം. വഴിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉദ്ദേശിച്ച് ആ എൻജിനീയർക്ക് സുഖമില്ലാതായിപ്പോയി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. ഞാൻ ഈ ട്രക്കിൽ ഡ്രൈവറിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, അയാളോട് എന്ത് സംസാരിക്കാൻ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ എൻ്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ പോക്കറ്റിൽ ജപമാല കിട്ടി. ഇത് നല്ല അവസരം. ഒരു 2 ദിവസത്തെ വഴിയുണ്ട് ട്രക്ക് യാത്ര, സാവധാനം പോവുള്ളൂ, വലിയ മിഷനാണ്. ഞാൻ ആ ട്രക്ക് യാത്രയിൽ ഈ ജപമാല ചെല്ലുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഇപ്പോൾ ധൃതി പിടിച്ച് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. ഞാൻ ഓരോ രഹസ്യത്തെയും അന്ന് ശരിക്കും ധ്യാനിച്ച് ആ ഓരോ രഹസ്യത്തിലെയും രക്ഷാകര രഹസ്യങ്ങളെ ശരിക്ക് ധ്യാനിച്ച് അന്ന് ജപമാല അർപ്പിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടല്ലോ. ഇപ്പോൾ നമ്മളെപ്പോഴും ബൈബിൾ വായിക്കുന്നത് കൊണ്ട് ആ ബൈബിളിലെ ഈ ഭാഗങ്ങളുടെ ഒരു ഓർമ്മ, അത് ആ പേജിൻ്റെ വലതുവശത്ത് അല്ലെങ്കിൽ ഇടതുവശത്ത് ഇന്ന സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്, അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. എനിക്ക് എന്നിട്ട് കോയമ്പത്തൂർ എത്തിയപ്പോഴേക്കും ഈ ബൈബിൾ എടുത്ത് അതിനകത്ത് നോക്കി ഇത് വായിക്കാനായിട്ട് ഭയങ്കര ഒരു ദാഹം വന്നു. അപ്പോൾ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് എത്താൻ ആദ്യം ദൂരമില്ലല്ലോ. കോയമ്പത്തൂർ മെഷീനൊക്കെ ഇറക്കിയ ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ വണ്ടി കയറി നാട്ടിലേക്ക്. വാസ്തവത്തിൽ ആ വണ്ടി കയറി നാട്ടിലെത്താനുള്ള പ്രധാന ആഗ്രഹം ബൈബിള് കൈ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ബൈബിളിൽ നോക്കിയൊന്ന് വായിക്കണം, ഈ കൊന്തയുടെ രഹസ്യങ്ങളെല്ലാം. ഭയങ്കര ഒരു ദാഹം. കൊന്ത ചൊല്ലിയപ്പോൾ ആ ജപമാലയിലെ ഓരോ രഹസ്യങ്ങളും നമ്മുടെ കാണാപ്പാഠം ഉള്ള ചിന്ത അനുസരിച്ചെല്ലാം പ്രാർത്ഥിച്ചുവെങ്കിലും അത് ശരിക്കും ബൈബിളിൽ ആ സംഭവങ്ങൾ നോക്കി വായിക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ ഓടി നാട്ടിൽ വന്നു. ആ നാട്ടിൽ നിന്ന് ഒരു ബൈബിൾ എടുത്തുകൊണ്ട് വേഗം അടുത്ത വണ്ടിക്ക് ഞാൻ കോയമ്പത്തൂർക്ക് പോയി. ഞാനിപ്പോൾ ഇതെൻ്റെ ഓർമ്മയിൽ വരികയാണ്. ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങളും ഇത് വെച്ചൊന്ന് നോക്കിക്കോ. അന്ന് നമ്മൾക്ക് ജപമാലയിൽ 3 രഹസ്യങ്ങളിലുള്ളൂ: സന്തോഷം, ദുഃഖം, മഹിമയുടെ. ഇതിലെല്ലാം കാണുന്നത് എന്താ? രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങളും വചനങ്ങളും. അതാണ് ഞാനത് പറയാൻ വേണ്ടിയാണ് ഇത് എടുക്കണേ. അതിൽ നമ്മൾ മാതാവിൻ്റെ ജപമാലയായിട്ടാണ് അത് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചെറുപ്പം പോലെ പ്രാർത്ഥിച്ച് പരിചയമുള്ള ഒരു പരിചയത്തിൽ ആ സ്വർഗസ്നായ പിതാവ് കഴിഞ്ഞിട്ടുള്ള 3 നന്മ നിറഞ്ഞ മറിയം, വെറുതെ 3 നന്മ നിറഞ്ഞ മറിയം ചെല്ലല്ല നമ്മൾ ചെയ്യണേ. നമ്മൾ ആ 3 നന്മ നിറഞ്ഞ മറിയത്തിന് പ്രധാനമായ വലിയ ഒരു കാര്യം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ബാവാതമ്പുരാൻ്റെ ഓമന പുത്രിയായ പരിശുദ്ധ അമ്മേ, വിശ്വാസം എന്ന പുണ്യം ലഭിക്കുന്നതിന്. പുത്രൻ തമ്പുരാൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മേ, ദൈവശരണമെന്ന പുണ്യം ലഭിക്കുന്നതിന്. ഇവിടെയാണ് നമ്മുടെ കൊച്ചുനാളിലുള്ള വേദോപദേശ പുസ്തകങ്ങളിലുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മേ എന്ന്. ആരോ എന്നോട് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചു, അതെവിടെ സാറേ ഈ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എഴുതിയേക്കണത് എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കുഞ്ഞുനാൾ മുതലേ പ്രാർത്ഥിച്ചേക്കണത് നമ്മുടെ കുഞ്ഞുനാളിൽ വേദോപദേശ പുസ്തകത്തിൽ കണ്ടിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ മറിയമേ, സ്നേഹമെന്ന പുണ്യം. അപ്പോൾ നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്, ആ 3 മണികളും വെറും നന്മ നിറഞ്ഞറിയ മാത്രം ചൊല്ലി പ്രാർത്ഥിച്ചു പോകരുത്. അവിടെ പ്രധാനമായിട്ട് ഈ ജപമാല പ്രാർത്ഥനയുടെ ആമുഖമായിട്ട് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതിനുവേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ട് നീങ്ങുന്നു. അപ്പം ഇവിടെ സാധാരണ വിശ്വാസികളുടെ ഒരവസ്ഥയാണിത്. അപ്പോൾ നമ്മളുടെ അമ്മാവന്മാരും അമ്മയും ഒക്കെ നമ്മളെ ജപമാല ചൊല്ലി പഠിപ്പിച്ചപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം. അതിന് നമ്മൾ അതിൻ്റെ യഥാർത്ഥ ബോധ്യത്തിലേക്ക് നോക്കുമ്പോൾ മാതാവിനോടുള്ള ഭക്തിയിലാണ് ചെല്ലുന്നതെങ്കിലും ക്രിസ്തു ഇല്ലാതെ മാതാവുണ്ടോ? മാതാവിൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്, രക്ഷാകര പദ്ധതിയിൽ കേന്ദ്രീകൃതമാണ്.
എവിടെയാണ് ഇവിടെ 243 492 ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അതുല്യ വിശുദ്ധിയുടെ തേജസ്സിനാൽ പ്രശോഭിതയായ കന്യാമറിയത്തിന് ആ വിശുദ്ധി മുഴുവൻ സിദ്ധിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. സ്വപുത്രൻ്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണ് അവൾ. അതാണ് 492. നമ്മൾക്ക് വീണ്ടും ഇതിലേക്ക് പോകാം. അപ്പോൾ ഈ രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങളും വചനങ്ങളും, അപ്പോൾ ആദ്യകാലങ്ങളിൽ ഞങ്ങളൊരു ഇപ്പോൾ പേഴ്സണൽ പെയറിൻ്റെ കടലാസ് പോലെ ഒരു കടലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ജപമാലയിലെ ഓരോ രഹസ്യങ്ങളും ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എഴുതിയിട്ട്, എന്നിട്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലിയിരുന്നത്. അത് നമ്മൾ വിട്ടുകളയരുത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. ആ വചനം എന്താണ്? അപ്പോൾ ആ വചനങ്ങൾ, അതാണ് വചനം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വചന കേന്ദ്രീകൃതമാണ്, രക്ഷാകര സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. നമ്മൾ ഒരു നിയോഗം വെച്ചിങ്ങനെ പോകുന്നു. വാസ്തവത്തിൽ ഒരു നിയോഗം വെക്കേണ്ട ആവശ്യമില്ല. കർത്താവിനറിയാം നമ്മുടെ ആവശ്യം എന്താണെന്ന്. ഈശോ തന്നെ പറഞ്ഞു, നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ ആവശ്യങ്ങളൊക്കെ പിതാവിനറിയാം. അപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെയും ആ പിതാവിൻ്റെ സ്നേഹവും ആ പിതാവ് നൽകിയ രക്ഷാകര രഹസ്യങ്ങളും ആ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇതെല്ലാം പ്രാർത്ഥനയുടെ പാരമ്പര്യം, പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിലേക്ക് എന്നുള്ള ആശയം കൊണ്ടാണ് ഞാനിതെല്ലാം പറയണത്. നമ്മൾക്കിതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മളതിനെയൊക്കെ ഒരു നവീകരിക്കണം, അതിനെല്ലാം പുതുമയിലാക്കണം. രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങളും വചനങ്ങളും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട് ഇപ്പോൾ കേട്ടോ. ഒന്ന്, രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങൾ, വചനങ്ങൾ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ. ഇനി അടുത്തതാണ് പ്രധാന വിഷയം. അതിങ്ങനെ പറഞ്ഞാൽ പോരാ, അതിൻ്റെ ധ്യാനത്തിലൂടെ. ഇനി അടുത്തത് ആണ് നമ്മുടെ കാറ്റക്കിസത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന വിഷയം, പഠനത്തിലൂടെ. ഇത് സ്നേഹമുള്ളവരെ, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഈ കാറ്റക്കിസം പഠിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്കുണ്ടായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു കരുത്ത്, ഒരു കോൺഫിഡൻസ്, നമ്മുടെ കുദാശകളെക്കുറിച്ചൊക്കെ ഉള്ള വലിയ അറിവും ബോധ്യവും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയാണ്, ഇത് ഓടിച്ച് വായിച്ച് പോവുകയും ചെയ്യരുത്. ഇതിൻ്റെ ഓരോ വാക്കുകളിലും അടങ്ങിയിരിക്കുന്ന ആശയപ്രപഞ്ചത്തെ പഠന വിഷയമാക്കണം. അത് ഈ പ്രാർത്ഥനയുടെ ഭാഗത്തേക്കാൾ വളരെ കൂടുതൽ വരുന്നതാണ് വിശ്വാസ പ്രമാണം പഠിക്കുന്ന സമയത്ത്. ഒരു പാരഗ്രാഫ് തന്നെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അത്രയ്ക്ക് ആഴമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സൗകര്യമുള്ളവർ ഇരുന്ന് പഠിക്കണം. അതാണ് വിശ്വാസികളുടെ ധ്യാനത്തിലൂടെയും പഠനത്തിലൂടെയും. ഈശോ തന്നെ സുവിശേഷത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ അടുത്ത് വരുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഈശോ വീണ്ടും പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഈശോ പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. ഇത് ശരിക്കും കൃത്യമാണത്. ഈശോ പറഞ്ഞു, ഒരു ഗുരുവേ ഉള്ളൂ നിങ്ങൾക്ക്, അവനാണ് നിങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. ഈശോ മലമുകളിലേക്ക് കയറി, അവൻ അവിടെ ഇരുന്നു, ശിഷ്യന്മാരടുത്ത് വന്നു, അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ ഇന്നും ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാനിത് പറയണത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ്. നമ്മൾ എന്നും ഒരു വിദ്യാർത്ഥിയാണ്. നമ്മൾ വിദ്യാർത്ഥിക്കുണ്ടാകേണ്ട ഒരു മനോഭാവം, ഞാൻ ഇത്രയും നാൾ പഠിച്ചതെല്ലാം ഒന്നുമല്ല, ഇനിയും ഞാൻ പഠിക്കണം. ഞാൻ പഠിക്കുമ്പോൾ അതിൻ്റെ ആ ബോധ്യത്തെ സ്വീകരിക്കാനുള്ള ദാഹത്തിൽ പഠിക്കണം.
അതെൻ്റെ ബുദ്ധി കൊണ്ട്. ഇവിടെയാണ് നമ്മുടെ യുക്തിയിൽ പലതും പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം കേട്ടോ. ഈ ഉദാഹരണം പറയാണ്, ഇത് നിങ്ങളുടെ യുക്തിയിൽ തെറ്റായിട്ട് കയറരുത്. അതായത് ഒരിക്കലും ഒരാൾ കാറ്റഗിസം പഠിച്ചപ്പോൾ, എൻ്റെ ബ്രദറെ ഇതിനു മുമ്പ് കാറ്റഗിസം ഒക്കെ ഇട്ടായിട്ടുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് ഇപ്പോൾ മാറ്റി പുതിയ കാറ്റഗിസമായി. ഇപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മാറ്റി വേറെ ആവില്ല എന്ന് എന്തറിയാം. അതുകൊണ്ട് ഞാനിതൊന്നും പഠിക്കണമെന്നില്ല. അപ്പോൾ ഞാനതിന് കൊടുത്ത ഉത്തരം ഇതാണ്. സഭ കാറ്റഗിസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ഇവിടെ പഠിപ്പിക്കണമെന്ന് വിചാരിക്കണം. ഒരു 500 വർഷം മുമ്പുള്ള കാറ്റഗിസമാണോ പ്രബോധനമാണോ ഇന്ന് നമുക്ക് വേണ്ടത് പറയും. ഇന്നത്തെ കാലഘട്ടത്തിലെ വൈരുദ്ധ്യങ്ങളിൽ വളരുന്നതിന്, അതിനെ നേരിടുന്നതിന് നമുക്ക് വേണ്ട അതനുസരിച്ചുള്ള നവീകൃതമായ അവസ്ഥകൾ വേണം. എന്നാൽ അടിസ്ഥാനപരമായ ഒരു മാറ്റവുമില്ല. രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത്, ഇത് അടിസ്ഥാനപരമായ ഡോഗ്മാറ്റിക്കായിട്ട് ഒരു വ്യത്യാസമില്ല, എല്ലാ ഡോഗ്മകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ അതിനെ ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കണം എന്നതാണ്. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ബുദ്ധിയിലും ബോധ്യത്തിലും ഈ പാരമ്പര്യം, സഭയുടെ പാരമ്പര്യം, പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം, ഈശോ നൽകിയ പ്രബോധനങ്ങൾ അടിസ്ഥാനമാണ്. അതിൽ യാതൊരു മാറ്റമില്ല. എന്നാൽ അത് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു? ഇപ്പോൾ ഉദാഹരണത്തിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് ജപമാലയിൽ പ്രകാശത്തിൻ്റെ രഹസ്യം ചേർത്ത് തന്നു, കണ്ടോ? അത് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ? നമ്മളതിനു മുമ്പും സന്തോഷത്തിൻ്റെ രഹസ്യം കഴിഞ്ഞ് നേരെ ദുഃഖത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. നമ്മളവിടെ അണ്ടർസ്റ്റുഡാണ് ഈശോ പരസ്യ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ല. പക്ഷേ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഈശോയുടെ പരസ്യ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ജോൺ പോൾ മാർപ്പാപ്പയിലൂടെ നമുക്ക് അതിൽ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് നൽകി. അപ്പോൾ അതാണ്, ആർക്കെങ്കിലും ഈ കാറ്റഗിസത്തിനോട് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ, ഒരു നിഷേധാത്മകത ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾക്കുണ്ടായിരിക്കേണ്ട ഒരു ഫ്രീഡം, നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ യുക്തിയിൽ കെട്ടുകളുണ്ടെങ്കിൽ അതഴിയണം. ആ കെട്ടഴിയേണ്ടത് ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് സഭയെ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവാണ്. എന്നാൽ അടിസ്ഥാനപരമായി രക്ഷാകര രഹസ്യങ്ങൾക്കോ, രക്ഷാകര രഹസ്യങ്ങളിലെ സംഭവങ്ങൾക്കോ, രക്ഷാകര രഹസ്യങ്ങളിലെ വചനങ്ങൾക്കോ ഒരു മാറ്റവുമില്ല. അപ്പോൾ അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാറ്റഗിസത്തെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ബോധ്യങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ അതിൻ്റെ കെട്ടഴിച്ച്, പരിശുദ്ധാത്മാവെ എല്ലാവരെയും ആ തുറവി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുഭവവേദ്യമാകുന്ന പഠനത്തിലൂടെ, ധ്യാനത്തിലൂടെയും അവർക്ക് അനുഭവവേദ്യമാകുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെ ആഴമേറിയ ഉൾക്കാഴ്ചയിലൂടെ. ഇത് സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇപ്പോൾ പറയണത്. വിശ്വാസികളുടെ ധ്യാനത്തിലൂടെയും പഠനത്തിലൂടെയും അവർക്ക് അനുഭവവേദ്യമാകുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെ. ഞാനൊരു വിശ്വാസിയാണ്. എനിക്ക് വേറെ ഒരു പ്രത്യേക ക്വാളിഫിക്കേഷനോ അഭിഷേകമോ ഒന്നുമില്ല. ഞാനൊരു വിശ്വാസിയാണ്. എന്നാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു വിശ്വാസി അറിയേണ്ട കാര്യങ്ങൾ പഠിക്കുക. ധ്യാനത്തിലൂടെയും പഠനത്തിലൂടെയും അവർക്ക് അനുഭവവേദ്യമാകുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങൾ. ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങൾ. ഇപ്പോൾ നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധ ബലിയിൽ നമ്മൾ സ്വീകരിക്കുന്ന യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഈശോയുടെ മഹത്വീകരിക്കപ്പെട്ട തിരുശരീരമാണ് സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കി സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെ ആഴമേറിയ ഉൾക്കാഴ്ചയിലൂടെയും വിശ്വാസ പൈതൃകം രൂപം കൊള്ളുകയും. ഉൾക്കാഴ്ചയിലൂടെ എന്തുണ്ടായി? വിശ്വാസ പൈതൃകം
രൂപം കൊള്ളുകയും വളരുകയും ചെയ്യുന്നതിനുള്ള മാർഗങ്ങളിലൊന്നാണ് ക്രൈസ്തവ പ്രാർത്ഥനാ പാരമ്പര്യം. ഇവിടെ നിർത്തണം, നമുക്ക് 94 നമുക്ക് നാളെ പോകാം കേട്ടോ. ഇവിടെ നിർത്താം നമുക്ക്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾക്ക് ആഴമായിട്ട് ദാഹിക്കാം. എന്തിനു വേണ്ടി ദാഹിക്കണം? നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം ത്തിലും അടങ്ങിയിരിക്കുന്ന രക്ഷാകര പദ്ധതി, അതിലെ സംഭവങ്ങൾ, വചനങ്ങൾ, അത് ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസി എന്തു ചെയ്യണം? അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ അവർക്ക് അനുഭവവേദ്യമാകുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങൾ, യാഥാർത്ഥ്യങ്ങളുടെ ആഴമേറിയ ഉൾക്കാഴ്ചയിലൂടെയും വിശ്വാസ പൈതൃകം രൂപം കൊള്ളുകയും വളരുകയും ചെയ്തതിനുള്ള മാർഗങ്ങളിലൊന്നാണ് ക്രൈസ്തവ പ്രാർത്ഥനാ പാരമ്പര്യം.